പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലളിതാ സഹസ്രനാമം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും അത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 3ാമത്തെ ലളിതാ സഹസ്രനാമം ശ്ലോകം നമുക്ക് പരിചയപ്പെടാം. 3ാമത്തെ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അർത്ഥം വിവരിക്കാം. ശ്ലോകം ഇപ്രകാരമാണ്: മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഒന്നുകൂടി പറഞ്ഞുതരാം. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കേൾക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിൽ പതിയും. അതിനു വേണ്ടിയാണ് 2 പ്രാവശ്യം പറഞ്ഞത്. ഇനി അർത്ഥം നോക്കാം. മനോരൂപേക്ഷു കോദണ്ഡ. കോദണ്ഡം എന്നാൽ വില്ല് എന്നാണ് അർത്ഥം. ഇക്ഷു എന്നാൽ കരിമ്പ് എന്നാണ് അർത്ഥം. ഇക്ഷു കോദണ്ഡ എന്ന് കൂട്ടി വായിക്കുകയാണെങ്കിൽ കരിമ്പിൻ വില്ല്. എന്തിന്റെ കരിമ്പിൻ വില്ലാണ് ദേവിയുടെ കയ്യിലുള്ളത്? മനോരൂപേക്ഷു കോദണ്ഡ. മനോരൂപം ഉള്ള, മനോരൂപമാകുന്ന കരിമ്പിൻ വില്ല്, മനോരൂപമാകുന്ന കോദണ്ഡം. എന്ത് മനോരൂപമാണ് ദേവിയുടെ കയ്യിലുള്ളത്? ജീവജാലങ്ങളുടെ മനസ്സ്, സർവചരാചരങ്ങളുടെയും മനസ്സ് ദേവിയുടെ കയ്യിലാണുള്ളത്. ദേവിയാണ് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥമായി പറയാം, ദേവിക്ക് എല്ലാവരുടെ മനസ്സും വായിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്, ആളുകൾ മാത്രമല്ല ചരാചരങ്ങളുടെ ചിന്തയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ കടന്നു പോകുന്നത്, അതെല്ലാം ദേവി അറിയുന്നുണ്ട്. കൂടാതെ മറ്റൊരർത്ഥമായിട്ട് ഇങ്ങനെയും എടുക്കാം, ദേവിയാണ് എല്ലാവരുടെ മനസ്സിലും വിളങ്ങുന്നത് എന്നുകൂടി അർത്ഥമെടുക്കാം. എന്തു തന്നെയാണെങ്കിലും ദേവിയുടെ കയ്യിലാണ് മനസ്സാകുന്ന, സർവചരാചരങ്ങളുടെ മനസ്സ് ആകുന്ന വില്ല് ഉള്ളത് എന്നാണ് ഈ ആദ്യത്തെ വരിയുടെ അർത്ഥം. മനോരൂപേക്ഷു കോദണ്ഡ. ഇനി അടുത്ത വരി പറയാം. പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്ര സായക. സായകം എന്നാൽ അമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാണ്? രൂപം, രസം, ശബ്ദം, ഗന്ധം, സ്പർശം. ഇതൊക്കെയാണ് പഞ്ചതന്മാത്രകൾ. ഈ പഞ്ചതന്മാത്രകളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പഞ്ചഭൂതങ്ങളിലൂടെയാണ് ബാക്കി ചരാചരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ ദേവിയിൽ നിന്ന് എന്തുണ്ടായി? പഞ്ചതന്മാത്രകൾ ഉണ്ടായി. പഞ്ചതന്മാത്രകളാകുന്ന അമ്പാണ് ദേവി പിടിച്ചിട്ടുള്ളത്. സർവചരാചരങ്ങളുടെ മനസ്സാകുന്ന വില്ലാണ് ദേവിയുടെ മറ്റേ കരങ്ങളിലുള്ളത്. അതാണ് പറയുന്നത്. ഒന്നുകൂടി കൂട്ടി വായിക്കാം. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. ഇനി അടുത്ത വരി. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂരമജ്ജത്. നിജം എന്നാൽ തൻ്റെ, തൻ്റെ എന്നാണ് അർത്ഥം. അരുണം എന്നാൽ ചുവന്ന എന്നാണ് അർത്ഥം. പ്രഭാപൂരമജ്ജത്, പ്രഭാപൂരമാകുന്ന, ശോഭയാകുന്ന. മജ്ജത് എന്നാൽ ഒഴുക്കുക, അല്ലെങ്കിൽ മുക്കിക്കളയുക എന്നൊക്കെ പറയാം. ഒഴുകുക എന്നൊക്കെ പറയാം. മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ബ്രഹ്മാണ്ഡം, സർവ ചരാചരങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള, ദേവിയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ബ്രഹ്മാണ്ഡത്തിൽ ദേവിയുടെ അരുണരൂപമാകുന്ന പ്രഭയാൽ മുങ്ങിക്കിടക്കുകയാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ. അതായത് ദേവിയുടെ ശോഭയാൽ. ദേവിയുടെ ശോഭ എപ്രകാരമുള്ളതാണ്? അരുണവർണ്ണത്തിലുള്ളതാണ്. ചുവന്ന നിറത്തിലാണ് ദേവിയുടെ ശോഭയുള്ളത്. ഈ ശോഭ കാരണം, ദേവിയുടെ ശോഭ കാരണം ബ്രഹ്മാണ്ഡത്തിന് മുഴുവനായിട്ട് ഈ അരുണവർണ്ണം വന്നിട്ടുണ്ട്. അതാണ് ഈ വരിയുടെ അർത്ഥം. ഒന്നുകൂടി വരികൾ പറയാം. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. തൻ്റെ അരുണപ്രകാശത്തിൽ ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുകിച്ചവളാണ് ദേവി. ദേവിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? അമ്പുണ്ട്, വില്ല്, ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ അതൊക്കെ പിടിച്ചുകൊണ്ട് ദേവിയുടെ പ്രകാശം ബ്രഹ്മാണ്ഡം മുഴുവൻ വിളങ്ങുകയാണ് എന്നാണ് അർത്ഥം.
ഇതൊക്കെ യോഗിമാർക്ക് കിട്ടിയ ദർശനമാണ്. എങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് ഈ പ്രകാശം, പ്രപഞ്ചത്തിന്റെ പ്രാണന്റെ പ്രകാശം ചുവന്ന നിറമാണെന്ന് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ യോഗികളായ യോഗീശ്വരന്മാരായ യോഗിവര്യന്മാർക്ക് ദേവീ ദർശനം കിട്ടിയ സമയത്ത് ഈ ചുവന്ന വർണ്ണമായിരുന്നു ദേവീ ദർശനം ഉള്ള സമയത്ത്. അതുകൊണ്ടാണ് അവര് ഈ അരുണവർണ്ണമാണ് ദേവിക്ക് എന്നൊക്കെ, അല്ലെങ്കിൽ ദേവിയുടെ ചുറ്റുമായിട്ട് അരുണവർണ്ണത്തിലുള്ള ഒരു പ്രകാശ വലയം ഉണ്ട് എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. വായു, ആകാശം, ജലം, അഗ്നി, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ദേവി പഞ്ചതന്മാത്രകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പഞ്ചതന്മാത്രകളാണ് ശബ്ദം, രൂപം, രസം, സ്പർശം, ഗന്ധം. ഇതൊക്കെയാണ് പഞ്ചതന്മാത്രകൾ. ഈ പഞ്ചതന്മാത്രകളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. അതായത് നമ്മുടെ ഭൂമിയൊക്കെ ഉണ്ടായത് ഈ പഞ്ചതന്മാത്രകളാകുന്ന ദേവിയുടെ അമ്പിൽ നിന്നാണ് എന്നാണ് ഈ പഞ്ചതന്മാത്ര സായക എന്ന വരിയുടെ പൂർണ്ണമായ അർത്ഥം. ഇനി ഈ അരുണവർണ്ണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചുവന്ന വർണ്ണത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രാണോർജത്തിന്റെ, നമ്മുടെ എല്ലാവരുടെയും ഒരു ഊർജമുണ്ടല്ലോ, പ്രാണോർജം, ശരീരത്തിന്റെ ഒരു ഊർജമുണ്ട്. ആ പ്രാണന്റെ ഊർജത്തിന്റെ നിറം ചുവന്ന കളറാണ്. യോഗീശ്വരന്മാരായ ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ച് സിദ്ധിയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മറ്റൊരു വ്യക്തിയുടെ പ്രാണോർജം, അവരുടെ ചുറ്റും പ്രവഹിക്കുന്ന, ഒരു വ്യക്തിയുടെ ചുറ്റും പ്രവഹിക്കുന്ന ചക്രരൂപത്തിലുള്ള പ്രാണോർജം കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവമുള്ള ആളുകൾക്ക് മനസ്സിലാകും ഈ പ്രാണോർജത്തിന്റെ നിറം ചുവന്നതാണ്. ഇതാണ് ഈ നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല എന്ന വരിയിലൂടെ പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ ഊർജം ചുവന്ന നിറത്തിൽ പരന്നു കിടക്കുന്നു എന്നതുകൊണ്ട് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് ശ്ലോകം പഠിക്കാം. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല. ഈ ശ്ലോകം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4ാമത്തെ ശ്ലോകം, ദേവിയുടെ മുടിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, ദേവിയുടെ മുടി ചുരുളിനുള്ളിൽ എന്തൊക്കെ പുഷ്പങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിച്ച് പഠിക്കാം. 4ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ആ സമയം കൊണ്ട് അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഈ ശ്ലോകം, ഇന്ന് പഠിച്ച ശ്ലോകവും ഇതിന് മുന്നത്തെ 2 ശ്ലോകങ്ങളും കാണാതെ പഠിച്ച് ഏകദേശം ഒരർത്ഥം മനസ്സിൽ കുറിച്ചു വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ദേവിയുടെ കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ, ദേവിയുടെ ഒരു നോട്ടമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.